രാമക്ഷേത്ര വിവാദത്തിൽ അകപ്പെട്ട പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് പ്രതിരോധം തീർത്ത സമസ്ത യുവജന സംഘം നേതാവ് നാസർ ഫൈസി കൂടത്തായി. സംഘപരിവാർ അജണ്ടയ്ക്ക് ഇടം നൽകാതിരിക്കുകയാണ് ചെയ്തതെന്നും പാണക്കാട് കുടുംബം സ്വീകരിച്ചു പോരുന്ന പരമ്പരാഗത നിലപാടാണ് സാദിഖ് അലി തങ്ങൾ പിന്തുടരുന്നതെന്നും നാസർ ഫൈസി പറഞ്ഞു. KT ജലീലും INL രൂക്ഷ വിമർശനമുയർത്തിയെങ്കിലും സമസ്തയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമുണ്ടായില്ല. രാമക്ഷേത്ര പ്രസ്താവനയിൽ വിവാദത്തിലായ പാണക്കാട് സാദിഖ് അലി തങ്ങൾ സംഘപരിവാറിന്റെ ബഹുസ്വരതയെ തകർക്കുന്ന അജണ്ടയെ തുറന്നുകാട്ടിയാണ് പ്രതിരോധിക്കുന്നത്. പാണക്കാട് കുടുംബം എന്നും സ്വീകരിച്ച നിലപാടുകളുടെ തുടർച്ചയാണ് സാദിഖ് അലി തങ്ങളുടേതെന്നാണ് ലീഗ് നിലപാട്. സംഘപരിവാർ അജണ്ടയ്ക്ക് ഇടം നൽകാതിരിക്കുകയാണ് സാദിഖ് അലി തങ്ങൾ ചെയ്തതെന്ന് സമസ്ത യുവജന സംഘം നേതാവ് നാസർ ഫൈസി പറഞ്ഞു. സംഘപരിവാറിന്റെ അജണ്ട അവർ നടപ്പാക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഫാസിസ്റ്റ് അജണ്ടയിൽ ഒരു കാരണവശാലും നമ്മുടെ ഒരു ധ്രുവീകരണം വഴിയായിക്കൊണ്ട് വീണു പോകരുത് എന്നത് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് മതേതര സംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം മത സംഘടനയായ സമസ്തയും മുസ്ലിം ലീഗും ഒക്കെ ചിന്തിക്കേണ്ടതുള്ളൂ. സമസ്ത നേതാക്കളുടെ പിന്തുണ ലഭിച്ചത് സാദിഖ് അലി തങ്ങൾക്ക് ആശ്വാസമായി. ഒരു ഫാസിസത്തെ മറ്റൊരു ഫാസിസം വെച്ച് എതിർക്കാനാകില്ലെന്ന് തങ്ങൾ SKSFന്റെ വേദിയിൽ ആവർത്തിച്ചു. മതേതരത്തെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ സാദിഖ് അലി തങ്ങൾക്ക് ഭാരതരത്നം ലഭിക്കുമോ എന്ന KT ജലീലിന്റെ പരിഹാസത്തിന് പോപ്പുലർ ഫ്രണ്ടിനെ ചൂണ്ടിയാണ് കോഴിക്കോട് ഇന്നലെ നടന്ന SKSFന്റെ മഹാസമ്മേളനത്തിൽ ഉയർന്ന മറുപടി. തീവ്ര നിലപാട് സ്വീകരിച്ച സമുദായത്തിനകത്ത് ഭിന്നിപ്പുണ്ടാക്കിയ പോപ്പുലർ ഫ്രണ്ടോ നേതാക്കളോ ഇപ്പോൾ എവിടെയെന്നായിരുന്നു ചോദ്യം. അയോധ്യ വിഷയത്തിൽ തുടക്കം മുതൽ സ്വീകരിച്ച നിലപാടുകളെ സാധൂകരിക്കുന്നത് കൂടിയാണിത്. റിപ്പോർട്ടർ, കോഴിക്കോട്.